നമുക്ക് വളർത്താൻ ഇഷ്ടമുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കണ്ട് വാങ്ങണമെന്ന് തോന്നി പക്ഷേ അടുത്ത നഴ്സറികളില്ല, ആഗ്രഹിക്കുന്ന പ്ലാന്റ്സ് ഒന്നും വാങ്ങാനുള്ള അവസരങ്ങളില്ല എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് പ്ലാന്റ്സ്, അതായത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്ലാന്റ്സ് ആണെങ്കിലും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ച വരെ ഓർഡർ തന്ന എല്ലാവരുടെയും പ്ലാന്റ്സ് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു കാർണിവോറസ് പ്ലാന്റ് ആണ്. നമ്മൾ പല സ്ഥലത്തും കണ്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും. പക്ഷേ നമുക്കറിയാം പല നഴ്സറികളിലും ഈ ഒരു പ്ലാന്റ് അവൈലബിൾ അല്ല. ഇതിന് പിക്ചർ പ്ലാന്റ് അല്ലെങ്കിൽ നെപ്പന്തസ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്ലാന്റിൽ ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു എൻസൈം ഉണ്ടാകും, ഒരു ലിക്വിഡ് പോലെ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഈച്ചകളോ പ്രാണികളോ പാറ്റയോ ഒക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഉൾവശം ഇതിനെ ട്രാപ്പ് ചെയ്യും. ചില വെറൈറ്റി പിക്ചർ പ്ലാന്റിൻ്റെ ഈ ബോർഡറിൽ വരുന്ന ഭാഗത്ത് ഒരു ചെറിയ മുള്ളു പോലെ ഉണ്ടാവും, ആ ഭാഗമായിരിക്കും ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രാണികളോ പാറ്റകളോ കൊതുകോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഭാഗം അതിനെ ട്രാപ്പ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശം കൂടി നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചെടിയുടെ ചോട്ടിൽ നമ്മൾ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് മാത്രമേ ഗ്രോത്ത് ആവുള്ളൂ, ലീഫിനോട് ബന്ധിച്ച് ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഫുഡെല്ലാം കളക്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്. നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഇതിന് വേണ്ട വളങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തിന് ഒരു ഫങ്ഷൻ ഇല്ലാതെ വരും, അതുണ്ടാവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് വളങ്ങളൊന്നും ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കരുത്. ഒരുപാടെന്നല്ല, വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ കാർണിവോറസ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒന്നും നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും കാണാനില്ല അല്ലേ. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇതുപോലൊരു പോട്ടിലായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ആ ഒരു മിക്സിൽ തന്നെ പ്ലാന്റ് കുറേ നാൾ നമുക്ക് വെക്കാവുന്നതാണ്. ഇനി മാറ്റി നടാൻ തോന്നുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് വളങ്ങളൊക്കെ ചേർത്ത് മിക്സ് ഉണ്ടാക്കി വെക്കരുത്. മിക്സ് ഉണ്ടാക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചെടി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടണമെന്നുണ്ടെങ്കിൽ കൊക്കോപീറ്റ്, പെർലൈറ്റ്, അതിൽ കൂടുതൽ ഒരു സാധനങ്ങളും വേണ്ട. വെർമിക്കുലേറ്റ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് മിക്സ് ചെയ്യാം. വളത്തിൻ്റെ പ്രസൻസ് ഉള്ള യാതൊരു സാധനങ്ങളും മിക്സിൽ ഉണ്ടാവരുത്. അതിലേക്ക് നമ്മുടെ പ്ലാന്റ് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. നല്ല ഗ്രോത്ത് ഉള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് സെയിം പോട്ടിലായിരിക്കും നിങ്ങൾക്ക് ഈ പ്ലാന്റ് അയച്ചു തരുന്നത്. ഇതിന് 850 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ സൈസാണ് ഈ കാണുന്നത്. ഇതും ചെറിയ സൈസൊന്നുമല്ല, അത്യാവശ്യം ഗ്രോത്ത് ഉള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500 രൂപയാണ് റേറ്റ് വരുന്നത്. രണ്ടും നല്ല സൈസുള്ള പ്ലാന്റാണ്, തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റ് ഈ മിക്സിൽ തന്നെ കഴിയുന്നതും വെക്കാം. എന്നിട്ട് ആ പ്ലാന്റ് അവിടെ ഇരുന്ന് വളരട്ടെ. തൈകളൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ മാറ്റി നടാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ ചോട് വശത്ത് അല്ലെങ്കിൽ ആ ഒരു മിക്സിലും നമ്മൾ കൊക്കോപീറ്റും പെർലൈറ്റും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ വളത്തിൻ്റെ പ്രസൻസ് ഒന്നും ഈ ഒരു മിക്സിലില്ല. പാകത്തിന് മാത്രം നനവ് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് വെറ്റായിട്ട് നമ്മുടെ മിക്സ് ഇരിക്കേണ്ട. എന്തായാലും ഇതിനകത്ത് കൊക്കോപീറ്റാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഇതിൻ്റെ മിക്സിലുണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു മിക്സ് ഒത്തിരി ഡ്രൈ ആവുന്നതിന് മുമ്പ് മാത്രം നനവ് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറന്നു വരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.